ഹലോ. പ്രവാസിക്ക് ഗവൺമെൻറ്, അതായത് പബ്ലിക് സെക്ടർ ബാങ്കാണോ നല്ലത്, പ്രൈവറ്റ് ബാങ്കാണോ നല്ലതെന്ന് ഒരു സുഹൃത്ത് എന്നോട് ഇൻബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏത് പ്രവാസിയായാലും അദ്ദേഹത്തിനൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നത് നിർബന്ധമാണ്. NRO അക്കൗണ്ടുകൾ നിർബന്ധമായിട്ട് ഉണ്ടാവണം. പിന്നെ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം 2 ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാവുന്നത് വളരെയധികം നല്ലതാണ്. അതായത് ഒരെണ്ണം പബ്ലിക് സെക്ടർ വിഭാഗത്തിലും ഒരെണ്ണം പ്രൈവറ്റ് വിഭാഗത്തിലും. ഗവൺമെൻറ്, അതായത് പബ്ലിക് സെക്ടറിലുള്ള ബാങ്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോങ് ടേം സമ്പാദ്യങ്ങൾ നിങ്ങൾക്ക് സൂക്ഷിക്കാം. പ്രൈവറ്റ് സെക്ടർ ബാങ്കിലൂടെ നിങ്ങൾക്ക് ദൈനംദിന നിങ്ങളുടെ ചെലവുകളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യുകയും ചെയ്യാം. ഇനി പബ്ലിക് സെക്ടർ ബാങ്കുകൾ, അതായത് ഗവൺമെൻറ് ബാങ്കുകളുടെ ചില ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് 60% അതിന് മുകളിലോ പൂർണ്ണമായിട്ട് ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന ബാങ്കുകളാണ് പബ്ലിക് സെക്ടർ ബാങ്കുകൾ. വളരെ വിശ്വസനീയമായിട്ടുള്ള ബാങ്കുകളാണ് പബ്ലിക് സെക്ടർ ബാങ്കുകൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോങ് ടേം ഡെപ്പോസിറ്റുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് വളരെ നല്ല ഇതായിട്ടുള്ള കുറച്ച് പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഞാൻ പറയാം. കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോദ, SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളൊക്കെ അത്യാവശ്യം നല്ല സർവീസാണ്. കാനറ ബാങ്ക് ഇപ്പോൾ നിലവിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് വളരെ നല്ല സർവീസാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരുടെ ഒരു മറ്റ് ചില ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ചാർജസ് വളരെ കുറവായിരിക്കും. മിനിമം ബാലൻസ് റിക്വയർമെൻ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. അനാവശ്യമായിട്ടുള്ള കട്ടിങ്ങുകളോ SMS ചാർജുകളോ ആനുവൽ മെയിൻ്റനൻസ് ചാർജുകളോ അതുപോലെ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ ലോൺ പ്രോസസ്സിംഗ് ഫീസൊക്കെ വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു പബ്ലിക് സെക്ടർ ബാങ്കുകൾക്കുണ്ട്. പിന്നെ ഇവരുടെ ചെറിയൊരു പോരായ്മ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, കസ്റ്റമർ സർവീസിൽ ഇച്ചിരി ഇവർ കുറച്ചൊരു സ്ലോ ആണ്. അതുപോലെ തന്നെ ഇവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, അത് മൊബൈൽ ആപ്ലിക്കേഷൻസൊക്കെ പ്രൈവറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് മേന്മ കുറവാണ്. പക്ഷേ എങ്കിലും കാനറ പോലുള്ള ബാങ്കിൻ്റെ ഒക്കെ ഇപ്പോൾ നല്ല നിലവാരം പുലർത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി പ്രൈവറ്റ് സെക്ടർ ബാങ്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ RBI ലൈസൻസ് കൊടുത്ത് ബാങ്കായിട്ട് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തിട്ടുള്ള ബാങ്കുകളാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഈ ബാങ്കുകൾ. ഇവരുടെ ഒരു കുറച്ച് ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ക്വിക്കായിട്ടുള്ള കസ്റ്റമർ സർവീസ് ആയിരിക്കും. വളരെ എളുപ്പത്തിൽ ഇവരുടെ ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റും. പക്ഷേ ഇവരുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും ചാർജസ് ആയിരിക്കും. ആനുവൽ ചാർജ്, മെയിൻ്റനൻസ് ചാർജ്, AMC ചാർജ്, SMS ചാർജ്, ATM ഡിക്ലൈൻ ചാർജസ്, അങ്ങനെ ഒരു പട്ടിക തന്നെ ഉണ്ടാവും ഇവരുടെ ചാർജസിൻ്റെ. അതാണ് ഇവരുടെ ഒരു പോരായ്മ. പിന്നെ ലോൺ പ്രോസസ്സിംഗ് ഫീസൊക്കെ ഗവൺമെൻറ് ബാങ്കുകളെ അപേക്ഷിച്ച് പ്രൈവറ്റിൽ ചാർജസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രവാസിയെ സംബന്ധിച്ച്